നമ്മൾ എന്താണ് കണ്ടന്റ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ യൂട്യൂബിൻ്റെ തീം എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് പലർക്കും ഉപകാരമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലേ സ്റ്റോറിൽ നമുക്കിഷ്ടമുള്ള ലൈറ്റ് തീമായാലും ഡാർക്ക് തീമായാലും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന നേരത്തെ പോലെയുള്ള വീഡിയോ ആണ്. എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ആഗസ്റ്റ് 1 ആയിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു മാസം മുടക്കം പോലും ഇല്ലാതെ നമ്മൾ ടെക്നോളജി വീഡിയോസ് ഒരു മാസം ഇടുന്നത്. സന്തോഷമുണ്ട്. ഇനിയും ഇടാൻ സാധിക്കട്ടെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഒരു വലിയ വിജയമാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൻ്റെ തീം അല്ലെങ്കിൽ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. നമുക്ക് അതിനു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ അതായത് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മിസ് കയറി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇത് അറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണും. വീണ്ടും പറയുന്നത് ഇത് ഒരിക്കൽ ഇട്ട കണ്ടല്ലേ പിന്നെ വീണ്ടും എന്തിനാണ് ഇട്ടത് എന്ന് പറഞ്ഞ് കുറേ എണ്ണന്മാർ കമൻറ്റ് ചെയ്യാൻ വരും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരാൾ വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതിനായിട്ട് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ശേഷം ജനറലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ തീം ഡിഫോൾട്ട്, സിസ്റ്റം ഡിഫോൾട്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് നിങ്ങളെ ഇഷ്ടത്തിന് ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് ആക്കി കൊടുക്കുക. ഈ ഡാർക്ക് തീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ മൊത്തത്തിൽ ഡാർക്കാവും. പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി ചാർജും പിന്നെ ഒന്നും തന്നെ പെട്ടെന്ന് തീരും. ചാർജ് തീരും, പക്ഷേ പെട്ടെന്ന് തീരില്ല. ഈ സിസ്റ്റം ഡിഫോൾട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഡിഫോൾട്ട് ഇതാണ്. ഇതിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിയൊക്കെ പെട്ടെന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീർന്നുകൊണ്ടിരിക്കും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ തീമിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഡാർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പോകരുത്. ഡാർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് ഡാർക്ക് ആകത്തുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ മാത്രമേ ഡാർക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ യൂട്യൂബ് പോലെ തന്നെയാണ്. ഇനി അത് തിരിച്ച് സിസ്റ്റം ഡിഫോൾട്ടിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ജനറലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം തീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം സിസ്റ്റം ഡിഫോൾട്ട്. നിങ്ങൾക്ക് ലൈറ്റിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി എടുത്ത് കഴിഞ്ഞാൽ ആവുന്നതാണ്. സിസ്റ്റം ഡിഫോൾട്ടിൽ ആക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആവുന്നതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്ത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മളെ പ്ലേ സ്റ്റോറിൻ്റെ തീം മാറ്റാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പ്ലേ സ്റ്റോർ കാണുമ്പോൾ നമ്മളെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരത്തില്ല. കൂടാതെ നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് പെട്ടെന്ന് തീരത്തേയില്ല. നമ്മളെ സിസ്റ്റം ഡിഫോൾട്ട് ഇട്ടാൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്ലേ സ്റ്റോർ
ഉപയോഗിക്കുമ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് പെട്ടെന്ന് തീരെയില്ല. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ലാസ്റ്റ് വന്നിട്ട് അവസാനം കമൻറ്റ് ചെയ്യരുത്. പകുതി പറഞ്ഞില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.